അങ്ങനെ യൂറോ 2024 ഗ്രൂപ്പ് സ്റ്റേജ് പോരാട്ടങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി റൗണ്ട് ഓഫ് 16 തകർപ്പൻ പോരാട്ടങ്ങളാണ് മുന്നിലുള്ളത്. ഇത്തവണ തങ്ങളുടെ അവസാന യൂറോ കപ്പ് ആയേക്കാവുന്ന ഒരുപാട് താരങ്ങൾ കളിക്കാനുണ്ട്. പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ, പെപ്പെ, ക്രൂസ്, അതുപോലെ മോഡ്രിച്ച് തുടങ്ങിയവരുടെ എല്ലാം അവസാന യൂറോ കപ്പ് ആയേക്കുന്നത്. അതുകൊണ്ട് തന്നെ കിരീടം നേടുക എന്ന ആഗ്രഹം എല്ലാവരിലും ഉണ്ടാകും. ഒരുപാട് ഫുട്ബോൾ ആരാധകർ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ 2ാം യൂറോ കിരീടം സ്വന്തമാക്കുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പോർച്ചുഗലിന് ഇത്തവണ കിരീടം എളുപ്പം ചൂടാൻ സാധിക്കുമോ? അതിനു മുന്നിലെ വെല്ലുവിളികൾ ആരൊക്കെയാണ്? നമുക്ക് ഈ വീഡിയോയിൽ പോർച്ചുഗലിനെ എങ്ങനെ ഫൈനലിലേക്ക് എത്താമെന്നും അതിനുവേണ്ടി ആരെയെല്ലാം അവർ മറികടക്കണമെന്നും പരിശോധിച്ചു നോക്കാം. റൗണ്ട് ഓഫ് 16 പോർച്ചുഗലിന്റെ എതിരാളികൾ സ്ലൊവേനിയയാണ്. താരതമ്യേന ദുർബലരാണെങ്കിലും റൗണ്ട് ഓഫ് 16 ആയതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം പോർച്ചുഗലിന് കാഴ്ചവെക്കേണ്ടി വരും. യൂറോയിൽ ഒരു ടീമിനെയും എഴുതി തള്ളാനാവില്ല. ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിൽ ജോർജിയക്കെതിരെ അത് മനസ്സിലാക്കിയവർ തന്നെയാണ് പോർച്ചുഗൽ. റൗണ്ട് ഓഫ് 16 കടമ്പ കടന്ന് പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയാൽ അവിടെ എതിരാളികൾ ആരൊക്കെയാകാനാണ് സാധ്യത എന്ന് നോക്കാം. അവിടെ റൗണ്ട് ഓഫ് 16 ഫ്രാൻസും ബെൽജിയവും തമ്മിലുള്ള മത്സരത്തിൽ ജയിക്കുന്നവരായിരിക്കും പോർച്ചുഗലിന്റെ എതിരാളികൾ. രണ്ട് ടീമും കരുത്തരാണ്. അതുകൊണ്ട് തന്നെ ക്വാർട്ടർ ഫൈനൽ പോർച്ചുഗലിന് ഒരു വെല്ലുവിളി തന്നെയാകും. എങ്കിലും കുറച്ച് ആശ്വാസം നൽകുന്ന കാര്യം ഫ്രാൻസ് ആണെങ്കിലും ബെൽജിയം ആണെങ്കിലും അവരുടെ മികച്ച ഫോമിലല്ല ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരങ്ങളിൽ രണ്ട് ടീമും ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ക്വാർട്ടർ ഫൈനൽ പോരാട്ടം കടുപ്പമേറിയതാകും. ഇനി ക്വാർട്ടർ ഫൈനൽ കടമ്പ കടന്നാൽ സെമി ഫൈനലിൽ ആരായിരിക്കും പോർച്ചുഗലിന്റെ എതിരാളികളാകാൻ സാധ്യത? സ്പെയിൻ, ജോർജിയ, ഡെൻമാർക്ക് അല്ലെങ്കിൽ ജർമ്മനി. ഈ 4 ടീമുകളിൽ ഒരു ടീമായിരിക്കും സെമി ഫൈനലിൽ പോർച്ചുഗലിനെതിരെ ഉണ്ടാവുക. അതായത് റൗണ്ട് ഓഫ് 16 സ്പെയിനും ജോർജിയയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അതുപോലെ തന്നെ ജർമ്മനിയും ഡെൻമാർക്കും തമ്മിലാണ് മത്സരം. ഇതിൽ ജയിച്ചു കയറുന്ന 2 ടീമുകളായിരിക്കും ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടുക. അങ്ങനെ ആ ക്വാർട്ടർ ഫൈനലിൽ ജയിക്കുന്നവരായിരിക്കും സെമി ഫൈനലിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ. ഈ 4 ടീമുകളിൽ നിന്നും സ്പെയിനാണ് സെമി ഫൈനലിൽ പോർച്ചുഗലിനെതിരെ വരാൻ സാധ്യത കൂടുതലുള്ള ടീം. യൂറോ 2024 ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മത്സരങ്ങളിലും വിജയിച്ച ഒരേ ഒരു ടീമാണ് സ്പെയിൻ. എങ്കിൽ ജർമ്മനി ആയിരിക്കും. മറ്റു 2 ടീമുകളെയും എഴുതി തള്ളാനും സാധിക്കില്ല. അങ്ങനെ സെമി ഫൈനൽ കടമ്പയും കടന്ന് ഫൈനലിലേക്ക് പ്രവേശിച്ചാൽ അവിടെ വരാൻ ചാൻസ് ഉള്ള എതിരാളികൾ ഇവരൊക്കെയാണ്: ഇംഗ്ലണ്ട്, ഇറ്റലി, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്. ഈ 4 ടീമുകളിൽ നിന്ന് ഒരു ടീമിനെ ഫൈനലിൽ പ്രതീക്ഷിക്കാം. ഇനിയെങ്ങാനും അട്ടിമറികൾ സംഭവിക്കുകയാണെങ്കിൽ സ്ലോവാക്യ, റൊമേനിയ, അതുപോലെ തുർക്കി, ഓസ്ട്രിയ തുടങ്ങിയ ടീമുകളും ഫൈനലിലേക്ക് കടക്കാം. അട്ടിമറികൾ സംഭവിക്കുമോ എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. അട്ടിമറികൾ പ്രതീക്ഷിക്കുന്ന ആവേശകരമായ റൗണ്ട് ഓഫ് 16 പോരാട്ടങ്ങളാണ് ഇനി നടക്കാനുള്ളത്. പോർച്ചുഗലിന് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത്തവണ എളുപ്പമായേക്കില്ല. എന്നാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച ടീമായിട്ടുള്ളത് സ്പെയിൻ മാത്രമാണ്. അവർക്ക് വരെ എപ്പോൾ വേണമെങ്കിലും അടിപതറാം. തീർച്ചയായിട്ടും മികച്ച രീതിയിൽ കളിയെ സമീപിക്കുകയാണെങ്കിൽ കിരീടം നേടാവുന്ന സ്ക്വാഡാണ് പോർച്ചുഗലിനുള്ളത്. എന്നാൽ സാധാരണ ഗോളുകൾ അടിച്ചുകൂട്ടാറുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാലുകളിൽ നിന്നും ഗ്രൂപ്പ് സ്റ്റേജിൽ ഇതുവരെ ഒരു ഗോൾ പോലും പിറന്നിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു മേജർ ടൂർണമെന്റിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കാതെ പോകുന്നതും. താരം ഗോളുകൾ സ്കോർ ചെയ്യേണ്ടത് പോർച്ചുഗലിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ശരിക്കും അറിയാവുന്ന താരം തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതിനു വേണ്ടിയിട്ട് തന്നെയായിരിക്കും റൊണാൾഡോ ശ്രമിക്കുകയും ചെയ്യുക. അടുത്ത പോർച്ചുഗലിന്റെ ആവേശകരമായ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കാം.